വചനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ശ്രോതാക്കളെയും ഒത്തിരി സ്നേഹത്തോടെ പുതിയൊരു ധ്യാനചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിനം വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിച്ച രണ്ട് വ്യക്തികളുടെ ജീവിതം വിചിന്തനം ചെയ്തുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. ആദ്യത്തെ വ്യക്തി 33 വയസ്സുകാരനായ യഹൂദൻ നസ്രത്തുകാരനായ യേശു മിശിഹ. തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്ത വ്യക്തി. രോഗികൾക്ക് സൗഖ്യം നൽകി, അന്ധന് കാഴ്ച നൽകി, സമൂഹം അവഗണിച്ചവരെ, ഒറ്റപ്പെടുത്തിയവരെ ചേർത്ത് നിർത്തിയ മഹാനായ മനുഷ്യൻ. ദൈവദൂഷണം ചെയ്യുന്നതും ദൈവദൂഷണം പറയുന്നതും അപകടകരമായ കാലഘട്ടത്തിലാണ് യേശു ജീവിച്ചിരുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവദൂഷണം പറയുക എന്നത് ലേവ്യരുടെ പുസ്തകമനുസരിച്ച് മരണശിക്ഷ വിധിക്കാവുന്ന കുറ്റമാണ്. യേശുവിൻ്റെ പ്രവൃത്തിയും വാക്കും ശ്രവിച്ച യഹൂദ ജനത ഈ 33 വയസ്സുകാരൻ ദൈവദൂഷണം പറയുന്നു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് മരണശിക്ഷയ്ക്ക് വിധിക്കുന്നു. തുടർന്ന് സങ്കീർത്തനം 82 ഉച്ചരിച്ചുകൊണ്ട് യേശു പറയുന്നു, പുണ്യമായ വിശുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും ദൈവപുത്രൻ എന്ന വിശേഷണം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രവൃത്തികൾ കണ്ട് എന്നെ വിലയിരുത്തുക എന്ന് വ്യത്യസ്ത വാക്കുപയോഗിച്ച് പറയുന്ന യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഇന്ന് ധ്യാനിക്കുന്ന രണ്ടാമത്തെ വ്യക്തി വിശുദ്ധ മദർ തെരേസയാണ്. തെരേസ എന്ന കന്യാസ്ത്രീ കുറച്ചധികം ജീവകാരുണ്യ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഒരു മാധ്യമ പ്രവർത്തകൻ തെരേസയോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്, ഐ വുഡൻറ്റ് ഡു വാട്ട് യു ഡു ഈവൻ ഫോർ $1 million. തെരേസ തിരിച്ചു പറയും, നെയ്തർ വുഡ് ഐ ഡു ഇറ്റ് ഫോർ ജീസസ്. സ്നേഹം പറഞ്ഞവരെ, ഒത്തിരിയധികം ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്ത, കുഷ്ഠരോഗികളെ കൈകൊണ്ട് സ്പർശിച്ച, അശരണരെ ചേർത്ത് നിർത്തിയ, ദരിദ്രരോടും സമൂഹത്തിൽ പിന്നോക്കം നിന്നവരെയും സ്വന്തം സഹോദരരെ പോലെ ചേർത്ത് പിടിച്ച മദറിൻ്റെ ജീവിതത്തിലും അവളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ചൊല്ലി ഒത്തിരി അധികം പേർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഫെയിമിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കുറ്റമാരോപിച്ചവരുണ്ട്. ചില സാമ്പത്തിക ലാഭങ്ങൾക്ക് ഇതൊക്കെയും ചെയ്തു എന്ന് പറഞ്ഞവരുമുണ്ട്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ലോകം പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. നന്മ മാത്രം ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നവരെ സംശയിക്കുന്ന ലോകം. ഇതുതന്നെയാണ് 2000 വർഷം മുൻപ് യേശുക്രിസ്തു യഹൂദ ജനതയിൽ നിന്നും റോമ സാമ്രാജ്യത്തിൽ നിന്നും അനുഭവിച്ചതും പിൽക്കാലത്ത് കൊൽക്കത്തയുടെ തെരുവുകളിൽ അലഞ്ഞു നടന്ന മദർ തെരേസ അഭിമുഖീകരിക്കേണ്ടി വന്നതും. സ്നേഹം പറഞ്ഞ ശ്രോതാക്കളെ, ലോകം പലപ്പോഴും ഇങ്ങനെയാണ്. നന്മ ചെയ്യുന്നവരെ, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നവരെ, താഴ്ന്നു കൊടുക്കുന്നവരെ, ക്ഷമിക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ചിലരെയൊക്കെയും പ്രൊജക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ ഈ തപസ്സുകാലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചിന്ത എന്നത് യേശുക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനെ അനുകരിച്ച ഒത്തിരിയധികം വിശുദ്ധരെ ഞാനും നിങ്ങളുമൊക്കെ അനുകരിച്ചുകൊണ്ട് നമുക്ക് നേരെ വരുന്ന പല വിധത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങളെ, പല വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകളെ മാറ്റി നിർത്തി അവഗണിച്ചുകൊണ്ട് യേശുവിനെ പോലെ നന്മ ചെയ്ത് കടന്നു പോവുക. യേശു വർഷങ്ങൾക്ക് മുൻപ് യഹൂദരോട് പറഞ്ഞതുപോലെ എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികളെ കൃത്യമായി ചികഞ്ഞു നോക്കി നമ്മെ ജനം വിലയിരുത്തട്ടെ. വർഷങ്ങൾക്ക് മുൻപ് മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചു, ഐ ലവ് ക്രൈസ്റ്റ് ബട്ട് ഐ ഹേറ്റ് ക്രിസ്ത്യൻസ്. ഗാന്ധിയെപ്പോലെ ഭാവി തലമുറയിലുള്ള ആരും ക്രിസ്ത്യാനികളെ വില കുറച്ച് കാണാണ്ടിരിക്കട്ടെ. അല്ലെങ്കിൽ ഇത് ശ്രവിക്കുന്ന ശ്രോതാക്കളെ, നിങ്ങളെക്കുറിച്ച് ആരും ഇങ്ങനെ പറയാണ്ടിരിക്കട്ടെ. നിങ്ങളെ നോക്കി മറ്റുള്ളവർക്ക് പറയുവാനായിട്ട് സാധിക്കണം, നിൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റേതുപോലെയെന്ന്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ അർത്ഥവത്തായ ഒരു തപസ്സുകാലം ആശംസിക്കുന്നു.